സൗദിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ 2019 പോയപ്പോൾ കണ്ടിട്ടുള്ള സൗദിയല്ല ഞാൻ പിന്നീട് 2023 പോയപ്പോൾ കണ്ടത്. അപ്പോൾ അതിനതിൻ്റെ സമയം കൊടുക്കും. അവരുടേതായിട്ടുള്ള ഭേദഗതികൾ വരുത്തുന്നുണ്ട്. ഇപ്പോൾ 2019 ഇന്ത്യ ഉണ്ടായിരുന്നതിനേക്കാൾ റിഗ്രസീവായിട്ടാണോ നമ്മൾ മാറിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് പുരോഗതിയാണോ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അധോഗതിയാണോ ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ട്. താങ്കൾക്ക് എന്താ തോന്നുന്നു, പുരോഗതിയാണോ? എനിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ട്. എങ്ങനെ ഇരിക്കുന്നു? സൗദിക്ക് ഒരു 5 വർഷം കൊണ്ട് ഭയങ്കര പുരോഗതിയാണെന്ന് പറയുന്നത്. അത് ഏത് രീതിയിലുള്ള പുരോഗതിയാണെന്ന് അറിയത്തില്ല. ഇന്ത്യക്ക് 5 വർഷം കൊണ്ട് പുരോഗതി ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല പോലും. അപ്പോൾ നമുക്ക് ടോവിനോ സാറിനോട് 1-2 ചോദ്യങ്ങൾ ചോദിച്ചാലോ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് താങ്കൾക്ക് ഈ ടോവിനോ സാറിന് ഈ ഇന്ത്യൻ പൗരത്വം ഉണ്ടല്ലോ. അപ്പോൾ താങ്കൾക്ക് ഫ്രീ ആയിട്ട് സൗദി പൗരത്വം തരാൻ തീരുമാനിച്ചു, PR പെർമനൻറ്റ് റെസിഡൻസി. അപ്പോൾ പക്ഷേ ഈ സൗദിയുടെ പൗരത്വം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പൗരത്വം വേണ്ടാന്ന് വെക്കണം. അപ്പോൾ ഇന്ത്യ എന്തായാലും 5 വർഷം കൊണ്ട് പുരോഗതിച്ചിട്ടൊന്നും ഇല്ലെന്നാണല്ലോ താങ്കൾ പറഞ്ഞതിലെ ഒരു ധ്വനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൗദിയാണ് 5 വർഷം കൊണ്ട് പുരോഗമിച്ചിട്ടുണ്ട്, ഇനി അങ്ങോട്ട് പുരോഗതിയുടെ കളിയായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ താങ്കൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ താങ്കൾ സൗദിയുടെ പൗരത്വം എടുക്കുമോ? എന്നിട്ട് ഇന്ത്യയുടെ പൗരത്വം വേണ്ടെന്ന് വെക്കാൻ സാധ്യതയുണ്ടോ? അതോ ഇന്ത്യ തന്നെ നിൽക്കുമോ? ഇന്ത്യ തന്നെ നിൽക്കാൻ പാടില്ല, ഇന്ത്യക്ക് പുരോഗതിയില്ല. സൗദിക്കാകുമ്പോൾ നല്ല പുരോഗതി ഉണ്ടല്ലോ. അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് താങ്കൾ മിക്കവാറും സൗദിയിലോട്ട് പോകുമായിരിക്കും. എന്നിട്ട് അവിടെ സിനിമയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ സിനിമയിലൊക്കെ അഭിനയിച്ച് നടക്കാമല്ലോ. ഇന്ത്യയിൽ അതൊന്നും നടക്കത്തില്ലല്ലോ. ഈ ഇന്ത്യ അപരിഷ്കൃതമായിട്ടുള്ളൊരു നാടാണല്ലോ. സൗദിയാണല്ലോ പരിഷ്കൃതമായിട്ടുള്ള നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ താങ്കളുടെ ചോയ്സ് അതായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഈ താങ്കൾ ഈ പുരോഗതി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് വ്യക്തമാക്കുവാനും നല്ലായിരുന്നു. അതായത് ഈ പുരോഗതി എന്ന് പറഞ്ഞാൽ ഈ സാമൂഹികപരമായിട്ടുള്ള പുരോഗതിയാണോ അതോ ഇനി അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലുള്ള പുരോഗതിയാണോ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇനി സാമൂഹികപരമായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ സൗദിയിൽ ഈ ഇടയ്ക്ക് തൊട്ടാണെന്ന് തോന്നുന്നു പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാമെന്നുള്ള അനുവാദം പോലും കിട്ടിയത് ഈ ഇടയ്ക്കും കണ്ട. നമ്മുടെ ഇന്ത്യയിലോ എന്നാലോചിച്ച് നോക്കിയേ, ഇന്ത്യൻ പ്രധാനമന്ത്രി, രാഷ്ട്രപതി മുതൽ എത്രയോ കൊല്ലങ്ങളായിട്ട് ഇവിടെയുള്ളതാണ്. സ്ത്രീകളൊക്കെ എത്രയോ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നു. ഈ സൗദിയിൽ ഈ ഇടയ്ക്കും കണ്ടല്ലേ തുടങ്ങിയത്. അതിനെ വലിയ കേമത്വമായിട്ടാണ് പറയുന്നത്. ഇനി അതും പോട്ടെ, അടിസ്ഥാന സൗകര്യം. ഈ മോദി ഗവൺമെൻറ് 2014 കയറിയതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ താങ്കൾ കണ്ടിട്ടുണ്ട്? ഒന്നും കണ്ടില്ലേ? താങ്കളിപ്പോൾ ഈ കുത്തിയിരിക്കുന്ന പ്രസ് മീറ്റ് പണ്ടിങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു 2014 മുമ്പുള്ള കാര്യം. അതായത് ഇൻ്റർനെറ്റൊക്കെ ഇതുപോലെ വരുന്നതിന് മുമ്പ് എത്ര യൂട്യൂബ് ചാനലും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ തന്നെ പറയുന്നത് ഏതോ ഒരു യൂട്യൂബ് ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂ. അപ്പോൾ താങ്കൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അറിയാം. ഇപ്പോൾ ഒരുപാട് വ്ളോഗുകളും കാര്യങ്ങളും അതൊക്കെ വരണമെങ്കിൽ അതിനായിട്ട് ബേസിക്കായിട്ടൊരു സംഭവം വേണം. എന്താണ് ഇൻ്റർനെറ്റ് വേണം. ഇൻ്റർനെറ്റ് എല്ലാവരുടെയും കയ്യിലെത്തി, എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് ഫോണും വന്നു. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഈ പ്രൊമോഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിച്ച് ഇവിടെ വന്നിങ്ങനെ കുത്തിയിരിക്കാൻ സാധിക്കുന്നത്. അതൊരു പുരോഗതി അല്ലേ? ആണോ അല്ലേ? പിന്നെ ഈ കാശുമായിട്ട് നടന്നവർ ഇപ്പോൾ എത്ര പേര് കീശ കാശുണ്ട്? കൂടുതലും ആൾക്കാർ ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകളാണല്ലോ കൂടുതലും ഉപയോഗിക്കുന്നത്. അതൊരു പുരോഗതി അല്ലേ? പിന്നെ റോഡ് വികസനം, ഇതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ. റോഡ് വികസനം കാര്യങ്ങളുമൊക്കെ. അതായത് ജനിച്ച നാടിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. ഇവിടെ പുരോഗതിയാണോ അധോഗതിയാണെന്ന് അണ്ണന് മനസ്സിലാകുന്നില്ല പോലും. അങ്ങേക്ക് സൗദി മാത്രമേ പുരോഗമിച്ചത് കാണത്തുള്ളൂ. എന്ത് ചെയ്യാനാണെന്ന് പറ. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊന്നും താങ്കൾ നോക്കണ്ട. താങ്കൾ ഇപ്പോൾ നിൽക്കുന്ന ഫീൽഡ്, സിനിമാ ഫീൽഡിലെ വളർച്ച തന്നെ താങ്കൾ നോക്കിയാൽ അറിയാമല്ലോ. അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചുമ്മാ മനഃപൂർവ്വം ഓരോന്ന് പറയുന്നതാണെന്നേ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ സൗദി വേണോ ഇന്ത്യ വേണോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ ഏത് തിരഞ്ഞെടുക്കും? പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഇന്ത്യ മതിയെന്ന് പറയത്തുള്ളൂ. അതെന്താ അങ്ങനെ? പുരോഗമിച്ച നാട്ടിലോട്ട് പോകാം അല്ലേ? ഞാൻ പറയുന്നത് ഈ ടോവിനോ തോമസിനെ മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരോടും ഉള്ളൊരു ചോദ്യമാണ്. പലരും ഇന്ത്യ അപരിഷ്കൃതമാണ്, ഇന്ത്യ അങ്ങോട്ട് പുരോഗമിച്ചിട്ടില്ല, ഈ നാട്ടിൽ ജീവിക്കാനേ സാധിക്കുന്നില്ലെന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ പറഞ്ഞ പോലെ ഒരു ചോയ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സൗദിയിലോട്ട് പോകുമോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് ഇതുപോലൊരു അവസരം കിട്ടുകയാണ്, പാലസ്തീനിലോട്ട് പൊക്കോ, നിങ്ങൾക്ക് ഇന്ത്യ വേണ്ട, ഇങ്ങനൊരു അവസരം കിട്ടിയാൽ നിങ്ങൾ നേരെ പാലസ്തീനിൽ പോവുമോ? എന്നിട്ട് അവരെല്ലാം രക്ഷിക്കുമോ? ഒരിക്കലും ഇല്ല. ഇവരെല്ലാം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും കാര്യങ്ങളും എല്ലാം ഇവിടെ കടന്ന് അനുഭവിച്ചിട്ട് അപ്പുറത്തെ നാട്ടിലോട്ട് നോക്കി വിളിച്ചുകൊണ്ടിരിക്കുക.
നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ പോലെ ഇതുപോലെ സ്വാതന്ത്ര്യമായിട്ട് ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന പോലെ സംസാരിക്കാനായിട്ട് ഒട്ടുമിക്ക രാജ്യത്തും നടപടിയില്ല. മനസ്സിലായി? എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് പ്രധാനമന്ത്രിയെ വരെ വിമർശിക്കാൻ സാധിക്കും. അതുപോലെ സൗദി പോയിട്ട് സൗദി രാജാവിനെ ഒന്ന് വിമർശിച്ച് നോക്കിക്കേ, തല കാണത്തില്ല, കഴുത്ത് വെട്ടി ദൂരോട്ട് കളയും. അത്രേ ഉള്ളൂ.